2024 കേരള സ്ത്രീ സൗഹൃദ തൊഴിൽവൽക്കരണം ബിൽ. ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് 2024 കേരള സ്ത്രീ സൗഹൃദ തൊഴിലിടവൽക്കരണം ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സാർ, 2024 കേരള സ്ത്രീ സൗഹൃദ തൊഴിലിടവൽക്കരണം ബില്ലിന് അവതരണ അനുമതി നൽകണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ, വനിതാ, ശിശുവികസന വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് സംസാരിക്കാവുന്നതാണ്. സർ, നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ തൊഴിലെടുക്കുന്ന ഇടങ്ങളിൽ നാനാമുഖമായ വിവേചനങ്ങളും ചൂഷണങ്ങളും അവമതിപ്പുകളും എല്ലാം ഏറ്റുവാങ്ങി തന്നെയാണ് സ്ത്രീകൾ അവരുടെ ഔദ്യോഗികമായ കൃത്യനിർവഹണം നടത്തിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ 2024 കേരള സ്ത്രീ സൗഹൃദ തൊഴിലിടവൽക്കരണ ബില്ലുമായി ബന്ധപ്പെട്ട അനൗദ്യോഗിക ബില്ലിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് കാലിക പ്രസക്തിയുണ്ട്. പക്ഷേ തൊഴിൽ വകുപ്പ് ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകളുമായി കൂടിയാലോചിച്ച് സങ്കീർണമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തയ്യാറാക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട ബില്ല്. പൊതുസമൂഹത്തിൽ കട്ടകെട്ടി നിൽക്കുന്ന പുരുഷാധിപത്യ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ബഹുമുഖമായിട്ടുള്ള ചൂഷണങ്ങളും വിവേചനങ്ങളും. അപ്പോൾ ആ പ്രശ്നങ്ങളെ സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്. ബഹുമാനപ്പെട്ട അംഗം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഭൂരിഭാഗവും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് കൃത്യതയാർന്ന നിലയിൽ പുനർനിർവചിക്കേണ്ടതുണ്ട്. സ്ത്രീ സൗഹൃദ തൊഴിലിടം സൃഷ്ടിക്കുന്നതിന് തൊഴിൽ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് ഇതിനകം 19,000 ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് വിഭാവനം ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ ആരംഭിക്കേണ്ടതായ ക്രഷ് സൗകര്യങ്ങൾ ഇതിനകം കേന്ദ്രീകൃത ഓഫീസ് സമുച്ചയങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പഠിച്ചുകൊണ്ട് കൃത്യവും മൂർത്തവുമായ നിലയിൽ ബില്ല് വിഭാവനം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ അനൗദ്യോഗിക ബിൽ ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല. ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് സംസാരിക്കുന്നു. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി ഗവൺമെൻറ്റിന് വേണ്ടി മറുപടി പറയുമ്പോൾ ഈ ആശയത്തോടെ വളരെ ആത്മാർത്ഥമായി തന്നെ യോജിച്ചുകൊണ്ടാണ് ഈ ബില്ലിൽ കുറേ കൂടി വ്യവസ്ഥകളും കുറേ കൂടി ആവശ്യമായിട്ടുള്ള പഠനങ്ങളും വേണമെന്നുള്ള ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത് തീർച്ചയായിട്ടും ഏറെ സ്വാഗതാർഹമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചതും ഇത് സമഗ്രമായ രീതിയിലേക്കല്ല, ഒരു സ്വകാര്യ ബില്ലിൻ്റേതായ പരിമിതിക്കകത്താണ്. പക്ഷേ എങ്കിലും വളരെ ഗൗരവമായൊരു വിഷയം. പ്രത്യേകിച്ച് നമുക്കറിയാം, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമനിർമ്മാണങ്ങളും ഇടപെടലും ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് കേരളവും കേരള നിയമസഭയും ഒക്കെ തന്നെ. പക്ഷേ എങ്കിലും നമ്മുടെ മുൻപിൽ വരുന്ന കണക്കുകൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതും ഒരുപക്ഷെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2022-27 നമ്മുടെ 14ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കിയ, അവരുടെ വർക്കിംഗ് ഗ്രൂപ്പിൽ തയ്യാറാക്കിയ വിമൻ ആൻഡ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ആ മേഖലയുടെ അവരുടെ പഠനത്തിൻ്റെ ആമുഖത്തിൽ തന്നെ, സമയക്കുറവുകൊണ്ട് വിശദാംശങ്ങളിലേക്കാണ്, ആമുഖത്തിൽ തന്നെ പറയുന്നത് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആസ് പെർ ദ ഒഫീഷ്യൽ ലേബർ ഫോഴ്സ് സർവേ ഹാസ് ബീൻ ലോവർ ഇൻ കേരള. ഇതാണ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. പിന്നീട് അവർ കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, കുറേ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്ന ആ ഒരു പഠനമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ഡിക്ലൈൻ യഥാർത്ഥത്തിൽ വനിതകളുടെ തൊഴിൽ സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്നുള്ള കണ്ടെത്തൽ അവർ നടത്തിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അവർ നടത്തിയിട്ടുള്ളൊരു പഠനത്തിൽ ഇന്ത്യയിലെ തന്നെ കണക്ക് പറയുന്നത് 130 രാജ്യങ്ങൾ നടത്തിയതിൽ 121ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വേൾഡ് ഇക്കണോമിക് സർവേ നടത്തിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടിൽ 140 രാജ്യങ്ങളിൽ ഇന്ത്യയിലെ പഠന നിലവാരം 108ലാണ് നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. പൊതുവെ കാണുമ്പോൾ വനിതകൾ നമ്മുടെ എല്ലാ മേഖലകളിലും സ്ത്രീ സാന്നിധ്യവും അവരുടേതായ
തൊഴിൽ ഇടങ്ങളിലൊക്കെ തന്നെ അവരുണ്ട് എന്ന് പറയുമ്പോഴും കൃത്യമായൊരു പഠനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ആ രീതിയിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഏറ്റവും ഞാൻ എടുത്തു കാണിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നേരത്തെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ കരിയർ ബ്രേക്കായ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പഠനം കേരളത്തിൽ നടത്തിയത്. അപ്പോൾ അതിനകത്ത് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് കുറഞ്ഞ വേതനം. ഇത് സാറേ ഈ റൂറൽ അർബൻ രണ്ട് മേഖലകളിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അർബൻ മേഖലകളിൽ കുറേ കൂടി സാന്നിധ്യമുണ്ട്. പക്ഷേ റൂറൽ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങേക്കും അറിയാവുന്നതുപോലെ തന്നെ കുറഞ്ഞ വേതനത്തിൻ്റെ ഒരു പ്രത്യേകത പല മേഖലകളും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2026 ഇന്ത്യയിലെ കേരളത്തിലെ പ്രായമായവരുടെ ജനസംഖ്യയിൽ വലിയ ഗണ്യമായ വർധനമുണ്ടാകുക. അപ്പോൾ ഒരു വലിയ പോപ്പുലേഷനെ സംരക്ഷിക്കേണ്ട കുട്ടികളെയും അതോടൊപ്പം തന്നെ പ്രായമുള്ളവരെ സംരക്ഷിക്കേണ്ട ചുമതല സ്ത്രീകളുടെ ഇടയിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിൽ കിട്ടുന്ന ആളുകൾ പോലും സ്വയം ആ തൊഴിലിൽ നിന്ന് പിന്മാറാനുള്ളൊരു സാഹചര്യം ഭാവിയിൽ സംജാതമാകാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി അവരൊരു ഫാമിലി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കത് തുടരാൻ പറ്റുകയില്ല. പിന്നെ യാത്രാ സൗകര്യമുണ്ട്. ഞാനിവിടെ പ്രതിഭാഹരി MLA വേദിയിലുണ്ട്. ഞാൻ കേരള നിയമസഭയുടെ തന്നെ വിമനൻ കുട്ടികളുടെയും പ്രതിഭാഹരി കേൾക്കുന്നില്ല പ്ലീസ്. അതെ, CK ആശ MLA ഞാനും പ്രതിഭാഹരി MLA ഒക്കെ ഉണ്ടായിരുന്ന വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമം ശ്രമിച്ച നിയമസഭാ സമിതി IT മേഖലകളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങളൊരു പഠന റിപ്പോർട്ടിന് വേണ്ടി നിയമസഭാ സമിതി സന്ദർശിച്ചു. ഏറ്റവും രസകരമായ കാര്യം ഇത്രയും തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 4 കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരും പരാതി കൊടുക്കാൻ തയ്യാറല്ല. പരാതികളില്ലാഞ്ഞിട്ടല്ല, കാരണം അവർക്ക് ഭയമാണ്. കാരണം അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും അവരെ പിരിച്ചുവിടാവുന്ന സാഹചര്യമുണ്ട്. IT മേഖലയിൽ നിൽക്കുന്ന വലിയൊരു ചൂഷണത്തിൻ്റെ കഥ ഞങ്ങൾ തന്നെ വളരെ വിശദമായ റിപ്പോർട്ട് കേരള നിയമസഭയ്ക്ക് അന്നത്തെ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതാണ്. ഞാൻ സൂചിപ്പിച്ചത് അവിടെ ഒരു പ്രധാനപ്പെട്ട മാത്രം അവർ പറഞ്ഞൊരു കാര്യം, രാത്രിയിലെ പല സമയങ്ങളിൽ കേരളത്തിലെ പല പ്രൈവറ്റ് ഹോസ്പിറ്റൽ എനിക്ക് ആദ്യം ഫീൽഡ് ചെയ്തത് എനിക്ക് ആദ്യം പ്രതിഭ സംസാരിക്കട്ടെ. താങ്ക് യു സാർ. ഈ സ്ത്രീകളുടെ ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാനും ഡോക്ടർ ജയരാജ് നമ്മളൊരു കമ്മിറ്റിയായിരുന്നു സാർ. നമ്മൾ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റികൾ എല്ലാ സ്ഥാപനങ്ങളിലും പൊതു സ്ഥാപനങ്ങളാണെങ്കിലും ശരി, സർക്കാർ അർദ്ധ സർക്കാർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി വേണമെന്നുണ്ട് സാർ. പക്ഷേ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സാർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അങ്ങയുടെ ഈ ഒരു പ്രൈവറ്റ് ബില്ലിൽ പരാമർശിക്കുന്നുണ്ട് സാർ. അതിനോടൊപ്പം ഇത്രയും പ്രധാനപ്പെട്ട പ്രൈവറ്റ് ബില്ലുകൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രാതിനിധ്യം നമുക്ക് നിയമസഭയിൽ ഉറപ്പാക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ നമ്മളെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്ന നിയമസഭാ കമ്മിറ്റികളുടെ ചില സ്പെഷ്യൽ റിപ്പോർട്ടുകൾ കൂടി ചർച്ച ചെയ്യാൻ ഈ വെള്ളിയാഴ്ച ദിവസം അനുവദിക്കുന്നതിനെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കാൻ ശ്രമിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഈ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുമ്പോൾ MLA-മാർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം സാർ. ഭഗവത്ഗീതയിൽ ഒരു വാചകമുണ്ട്, കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നീ നിൻ്റെ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുന്നു, പിന്നെ വരുന്നതൊക്കെ ബാക്കി എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ വരട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇവിടെ പറഞ്ഞ വളരെ ശരിയാണ്. വെള്ളിയാഴ്ചകൾ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും നിർജ്ജീവമാകുന്നു. IT മേഖലകളിലെ സന്ദർശനത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മനുഷ്യാവകാശം എന്നത് മാതൃത്വം, എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായി മാതൃത്വത്തിലെ സ്നേഹം ചുരന്ന് തൻ്റെ കുഞ്ഞിന് നൽകുക എന്നാണ്. അതാണ് ആ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദവും. അതിൻ്റെ ഏറ്റവും വലിയ ആ സ്നേഹത്തിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ വലയത്തിൽ നിൽക്കാൻ ഒരു കുഞ്ഞിൻ്റെ കൂടി അവകാശമാണ്. നമ്മുടെ കേരളത്തിൻ്റെ തൊഴിൽ സുരക്ഷത്തിൻ്റെ മികവിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും അങ്ങോട്ട് സൂചിപ്പിച്ച IT ഹബ്ബുകൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന അമ്മമാർ, അവരമ്മമാരായിരിക്കുന്ന ഘട്ടത്തിൽ പോലും രാപ്പകൽ ഭേദമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു കുഞ്ഞ് മനുഷ്യനാകുന്ന ആ കുഞ്ഞിൻ്റെ തലച്ചോറും എല്ലാ വിധത്തിലുമുള്ള ആ കുഞ്ഞിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ രൂപപ്പെടുന്ന ഘട്ടത്തിൽ ആ കരുതൽ നൽകാൻ കഴിയാത്തവണ്ണമുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അവിടെ ലഭിക്കുന്നു. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഡേ കെയറുകൾ, ക്രഷ്, മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്ന നിബന്ധനകളും പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ഇത്തരത്തിൽ അമ്മമാർ എന്നുള്ള സ്ത്രീയുടെ അവകാശങ്ങൾ കൂടി തൊഴിലിടങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടതിനെ കുറിച്ച് കൂടി നാം ചർച്ച ചെയ്യേണ്ടതല്ലേ? അതങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
അങ്ങ് പറഞ്ഞ ആശയം ഞാൻ എൻ്റെ ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാതൃത്വ അവധിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ളതും പിൻപുള്ളതുമായ കാലങ്ങളിൽ അനുയോജ്യമായ രീതിയിലുള്ള ജോലികൾ നൽകുന്നതിന് ഫ്ലെക്സിബിലിറ്റി വർക്ക് ഷെഡ്യൂളുകൾ നിർദ്ദേശിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ഞാൻ വെച്ചിട്ടുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രസവത്തിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷത്തെ വല്ലാതെ ലഘൂകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളിൽ വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പ്രത്യേകമായ തൊഴിൽ അന്തരീക്ഷമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ സാറ് ഈ ജെൻഡർ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ അത് വിലയിരുത്തുകയും അത് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ബഹുമാനിയായ പ്രതിഭ എം എൽ എ ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് അത്തരം സംവിധാനങ്ങളുണ്ടെങ്കിലും പലപ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിക്കാതെ പോകുന്നുള്ള പരാതി പൊതുവേ ഉള്ളൊരു കാര്യമാണ്. അത് കുറേ കൂടെ കാര്യക്ഷമമാക്കാം. ഇപ്പം ഞാനെടുത്ത് വെച്ചൊരു നിർദ്ദേശം, ഇപ്പോൾ ഷീ ബോക്സ് എന്ന് പറയുന്ന നിർദ്ദേശം എൻ്റെ ബില്ലിനകത്തുണ്ട്. ആർക്കും പരാതി കൊടുക്കാതെ ഭയപ്പെട്ടാണ് പലപ്പോഴും പരാതി കൊടുക്കാത്തത്. പല കാരണങ്ങളുണ്ട്, അതിൻ്റെ പല അന്തരീക്ഷമുണ്ട്. അപ്പോൾ പരസ്യം അവർക്ക് രഹസ്യമായിട്ടാണെങ്കിലും അറിയിക്കാനുള്ള ഷീ ബോക്സ് എന്ന ഒരു സംവിധാനം എല്ലാ ഓഫീസുകളിലും തൊഴിലിടങ്ങളിലും സൃഷ്ടിക്കുക എന്നുള്ള നിർദ്ദേശം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. മിനിസ്റ്റർ. സർ, ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സാന്നിധ്യം കാണാം. നമ്മുടെ തൊഴിലുറപ്പ്, കുടുംബശ്രീ, ഹരിത കർമ്മസേന തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ നമ്മുടെ നാടിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം അവരാണെങ്കിൽ പാവപ്പെട്ടവരായിട്ട് മാറുകയാണ്. അവരെന്തും ചെയ്യാമെന്നൊരു മോഹം പലരിലുമുണ്ട്. അതിന് വേണ്ടത് അവർക്ക് ആയോധനകല കളരി അഭ്യാസവും ഒക്കെ തന്നെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ഉണ്ണിയാർച്ചകളായി മാറ്റാൻ അവരെ സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലഘട്ടത്ത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഭക്ഷണം നൽകാൻ വേണ്ടി സുഭിക്ഷ ഹോട്ടലുകൾ തുടങ്ങി. 30 രൂപക്കാണ് സാർ അവർ ഭക്ഷണം കൊടുക്കുന്നത്. സാർ, 30 രൂപ കൊണ്ട് സാധിക്കില്ല. അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ശേഖരിച്ചിട്ടാണ് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കേണ്ടതല്ലേ? സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ ചെയ്യേണ്ടതല്ലേ? ഈ ബില്ലിനകത്ത് ഉദ്ദേശിച്ചത് തന്നെയാണ്. കാരണം ഇതിനകത്ത് ഇപ്പം വനിതാ കമ്മീഷൻ അങ്ങ് പറഞ്ഞൊരു കാര്യത്തിനകത്ത് വനിതാ കമ്മീഷൻ നടത്തിയൊരു സർവേ ഉണ്ട്. ആ വനിതാ കമ്മീഷൻ്റെ സർവേക്കകത്ത് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം പരാതികളുണ്ടെങ്കിലും അവർക്ക് പറയാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം അവർ കണ്ടെത്തിയ കാര്യം രാത്രി ജോലി ചെയ്യുന്നവർക്ക് വിശ്രമമുറിയോ മടക്കയാത്രയ്ക്കുള്ള സൗകര്യങ്ങളോ മിക്കയിടത്തും ഇല്ല എന്നുള്ളതാണ്. പല ഹോസ്പിറ്റലുകളിലും അവരുടെ ഡ്യൂട്ടി അവസാനിക്കുന്നത് രാത്രി 12 മണിക്കാണ്. യാത്രാ സൗകര്യങ്ങൾ കാണുകയില്ല. ഇത് പലതവണ നമ്മൾ ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും പലയിടത്തെ അവരുടെ ഡ്യൂട്ടി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, തിരിച്ചവർക്ക് പോകാൻ മാർഗ്ഗമില്ല. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് അവിടെ വിശ്രമത്തിനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കൃഷി വളരെ പ്രസക്തമായ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തോടൊപ്പം തന്നെ സമീപകാലത്ത് വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്പേസുകളിൽ സ്ത്രീകൾക്കെതിരെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുമൊക്കെ അവരെ സ്വഭാവഹത്യ നടത്തുകയും അതോടൊപ്പം തന്നെ AI-യുടെയും മോർഫിംഗ് തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന, അതിനെതിരെ പലപ്പോഴും ഫലപ്രദമായി നടപടികൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഫലപ്രദമായി തടയുന്നതിനും അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഈ സ്ത്രീ സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ളതാണ് എനിക്ക് ഉന്നയിക്കാൻ. അതെ, സ്ത്രീകളുടെ വിഷയം. സാർ, ഈ തൊഴിൽ സംബന്ധമായ വിഷയങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ തൊഴിൽ നിയമങ്ങൾ വെട്ടിക്കുറച്ച് അത് തൊഴിൽ കോഡുകളാക്കി മാറ്റിയപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഒഴിവാക്കപ്പെട്ടത് സ്ത്രീ തൊഴിലാളികളുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അവർക്ക് പ്രസവാനുകൂല്യങ്ങൾ ഉൾപ്പെടെ പ്രസവാവധി ഉൾപ്പെടെ കൊടുക്കുന്ന വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് കേന്ദ്ര മന്ത്രിസഭ തൊഴിൽ നിയമങ്ങൾ മാറ്റി എഴുതിയപ്പോൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ സ്ത്രീ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും അവർക്ക് തൊഴിലിടങ്ങളിൽ കൂടുതൽ സുരക്ഷിതത്വമില്ലായ്മ ഫീൽ ചെയ്യുകയും ഇപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ റാന്നി MLA സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളുടെ ഏറ്റവും വലിയ അവകാശമായിട്ടുള്ള മാതൃത്വം എന്നുള്ള അവകാശം അവർക്ക് വിനിയോഗിക്കുന്നതിനുള്ള ഒരു അവസരവും ഒക്കെ അല്ലേ അതിലൂടെ നഷ്ടമാകുന്നത് എന്നുള്ളതാണ് എനിക്കതിൽ സംസാരിക്കാനുള്ളത്. ചോദ്യം ഈ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ സൗഹൃദ തൊഴിൽവൽക്കരണവുമായി ബന്ധപ്പെട്ട മാത്രമല്ല, അതിലൊരു കാര്യം നമ്മളെ ഈ തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം
അത് നമ്മളൊരു ടീച്ചിങ് മേഖലയാണ്. പഴയ ഈ തുന്നൽ ടീച്ചർ എന്ന ഒരു പേര് നമ്മളതിനെ പേര് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ അവർ ഇപ്പോഴും പറയുന്നൊരു പ്രയാസം, ആ പോസ്റ്റ് നിലനിൽക്കണമെങ്കിൽ 200 പെൺകുട്ടികൾ വേണമെന്നാണ്. അതിലിപ്പോൾ ഒരു കാലാനുസൃതമായ മാറ്റം നമ്മൾ വരുത്തേണ്ടതില്ലേ? കാരണം ഈ തുന്നൽ പഠിക്കേണ്ടത് പെൺകുട്ടികളാണ് എന്ന് ഏതൊരു ബോധത്തിലാണ് 200 പെൺകുട്ടികളുണ്ടെങ്കിൽ മാത്രമേ ആ പോസ്റ്റ് നിലനിൽക്കൂ എന്നാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതിൽ കാലാനുസൃതമായ മാറ്റം വരുന്നു. ഈ പെൺകുട്ടികൾ എന്നത് കുട്ടികൾ എന്ന് മാറ്റാനോ അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്താൻ ആവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാക്കണം. നമ്മൾ ഇന്നും ആ പോസ്റ്റിന് നിലനിൽക്കുന്നൊരു വ്യവസ്ഥ പെൺകുട്ടികൾ എന്നതാണ്. അതിലൊരു മാറ്റം ഉണ്ടാവേണ്ടത് എന്ന് അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ എന്നുള്ളതാണ്. സർ, വളരെ കാലിക പ്രസക്തി എന്നല്ല പറയേണ്ടത്, ചരിത്രത്തിൻ്റെ ഒരു പ്രസക്തിയിലേക്ക് നീങ്ങുന്ന ഒരു ബില്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, സാറിൻ്റെ ഈ അവതരണത്തിൻ്റെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. അതായത് തൊഴിൽ റേറ്റ്, സ്ത്രീകളുടെ ഇടയിലുള്ള റേറ്റ് കുറഞ്ഞു വരുന്നു. അപ്പോൾ അതൊരു ഫോർമലായിട്ട് നമ്മൾ അവതരിപ്പിക്കലല്ല, മറിച്ച് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? കാരണം ഇത്രയും നമ്മൾ വിദ്യാഭ്യാസം, ഇപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ സ്ത്രീകളാണ് മുൻപിൽ പെൺകുട്ടികളാണ് മുമ്പിൽ നിൽക്കുന്നത്. റാങ്ക് ഹോൾഡേഴ്സ് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കോളേജ് ലെവൽ എല്ലാം തന്നെ അവരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ തൊഴിലിടങ്ങളിലേക്ക് വരുന്നതോടുകൂടി അവർ ശൃംഖീയപ്പെടുന്നു പലപ്പോഴും. അപ്പോൾ ആ ഒരു പ്രശ്നം വളരെ ഗൗരവമായി ഈ വിഷയത്തിൻ്റെ ഭാഗമായി പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, തൊഴിലൊരു ഐഡൻറ്റിറ്റിയാണ് എന്ന നിലയിലേക്കുള്ള സ്ത്രീ സൗഹാർദ്ദ സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രചണ്ഡമായി നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കോൺട്രാക്ട് ലേബേഴ്സ്. സാർ, ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ നയങ്ങളിൽ തന്നെ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കോൺട്രാക്ട് ലേബേഴ്സാണ്. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പിന്നോക്കക്കാരെ സംബന്ധിച്ച് എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും സ്ത്രീകളുണ്ട്. പക്ഷേ ഈ പ്രൈവറ്റൈസേഷൻ ജോബ് സെക്ടറിൽ വന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കോൺട്രാക്ട് ലേബേഴ്സ് കൂടുതലായി വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ തൊഴിൽ നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സുരക്ഷിതത്വമില്ല, അവർ അരക്ഷിതാവസ്ഥയിലേക്കാണ്. അവിടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനകത്ത്, സ്കിൽ അപ്ഗ്രഡേഷൻ്റെ കാര്യത്തിനകത്ത്, അതുപോലെ തന്നെ അവർക്ക് മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാവാത്തൊരു സ്ഥിതിവിശേഷം കൂടി ഈ ബില്ലിൻ്റെ ഭാഗമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. സാറേ, 3 ബഹുമാനരായ ജനപ്രതിനിധികളും ഇവിടെ സൂചിപ്പിച്ച നിർദ്ദേശങ്ങൾ വളരെ കാലികമായ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിനകത്തൊന്ന് നേരത്തെ പറഞ്ഞ ആ വിഷയം തന്നെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന, ഞാൻ ഉദാഹരണം പറയാം, ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ക്ലീനിങ് സ്റ്റാഫ്, അവർക്ക് കൃത്യമായ വേതനമൊന്നുമില്ല. അത് അവരുടെ ഇഷ്ടം പോലാണ് കൊടുക്കുന്നത്. അവർക്ക് സമയബന്ധിതമായിട്ട് ടൈമില്ല. അപ്പോൾ ഇത്രയും നമ്മൾ വളരെയേറെ കാര്യങ്ങൾ പറയുമ്പോഴും വളരെ കോർപ്പറേറ്റ് മേഖലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ബാങ്കിങ് മേഖല ഒരു തരത്തിലുള്ളൊരു കോർപ്പറേറ്റ് സ്വഭാവമുള്ളതാണല്ലോ. ആ മേഖലകളിലൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ വരുന്ന ആളുകൾ. രണ്ടാമത്തെ ഈ ഏജൻസികളാണ് പലപ്പോഴും ആളുകളെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വിംസ് ആൻഡ് ഫാൻസി അതനുസരിച്ച് ഇവരെ മാറ്റിക്കൊണ്ടിരിക്കുകയും അവർക്ക് വേതനം നിശ്ചയിക്കുക, അതിൻ്റെ ഒരു കമ്മീഷൻ അവർ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, അവർക്ക് ഈ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആശ MLA സൂചിപ്പിച്ച പോലെ ഈ പ്രസവാവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. പിന്നെ അവർ പോയാൽ തിരികെ ആ ജോലി കിട്ടണമെന്നുള്ളൊരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, സെബാസ്റ്റ്യൻ കുളത്തങ്ങൽ MLA സൂചിപ്പിച്ച ഒരു കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം ഇത് പൊതുവെ ഈ നിയമത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതുപോലെ സ്ത്രീകളെ വളരെയേറെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യാതൊരു നിയന്ത്രണവുമില്ലാതെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മളെപ്പോലുള്ളൊരു പരിഷ്കൃത സമൂഹത്തിൽ വളരെ ദുഃഖകരമായ കാര്യമാണ്. ആരെയും വ്യക്തിപരമായി, പണ്ടൊക്കെ നമുക്കൊരു ഇഷ്യൂ ബേസ്ഡ് ആയിരുന്നു നമ്മുടെ ആക്രമണത്തിൻ്റെയോ അല്ലെങ്കിൽ വിമർശനത്തിൻ്റെയോ സ്വഭാവമെങ്കിൽ വിമർശനത്തിൻ്റെ സർഗാത്മകത നഷ്ടപ്പെട്ട ഒരു വർത്തമാനകാലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പൊതുപ്രവർത്തകരുൾപ്പെടെ പലപ്പോഴും അതിൻ്റെ ഇരകളായി മാറുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തീർച്ചയായിട്ടുമുണ്ട്. ഇവിടെ പറഞ്ഞ പ്രിയപ്പെട്ട ശ്രീ വിജിൽ MLA അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ക്രാഫ്റ്റ്. ഒരു കാലത്തൊക്കെ നമ്മളൊക്കെ സ്കൂളുകളിൽ എന്താണ് സംഭവിച്ചത്, കേരളത്തിലെ വളരെ ഗൗരവമുള്ളൊരു വിഷയം അദ്ദേഹം ഇതിൻ്റെ സൈഡിൽ കൂടെ പറഞ്ഞു വെക്കുമ്പോഴും കേരളത്തിലെ സ്കൂളുകളിലൊക്കെ ഉണ്ടായ അന്തരീക്ഷത്തിലുണ്ടായ മാറ്റം, പണ്ട് നമുക്ക് ഒരു ടൈം ഉണ്ടായിരുന്നു, അത് കലയ്ക്കും കവിതയ്ക്കും ഒക്കെ മാറ്റിവെച്ച സമയം, ക്രാഫ്റ്റിന് മാറ്റിവെച്ച സമയം, അങ്ങനെയുള്ള കുറച്ച് ഡ്രോയിങ്ങിന് മാറ്റിവെച്ചൊരു സമയം ഉണ്ടായിരുന്നു. നമ്മളത് പിന്നീട് നമ്മുടെ കരിക്കുലത്തിൽ നിന്ന് എടുത്ത് മാറ്റി. എന്ത് സംഭവിച്ചു? കുട്ടികളിലേക്ക് പഠനം മാത്രമാക്കി മാറ്റിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് സത്യത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹം പറഞ്ഞതുപോലെ ഏതെങ്കിലും രൂപത്തിൽ അത്തരം കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളെ കലാലയങ്ങൾ, ടീച്ചർ പ്രത്യേകിച്ച് ഒരു കലാകാരി കൂടിയായ സർവകലാശാല
പ്രതിഭയായിരുന്ന ഒരാളാണ്. അപ്പോൾ ടീച്ചറിന് കലയോടുള്ള ഒരു ആഭിമുഖ്യം ഇപ്പോഴും അതിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അതിനെ മടക്കിക്കൊണ്ടുവരാൻ പഠനത്തോടൊപ്പം ഉള്ളൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാക്കി പഠനത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ രംഗത്തുണ്ടാകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഈ നമ്മൾ നേരത്തെ പ്ലാനിംഗ് ബോർഡ് നടത്തിയ പഠനത്തിൽ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നൊരു കാര്യം ഞാനത് വായിക്കാം. എന്തുകൊണ്ടാണ് ദീസ് ഇൻക്ലൂഡ്സ് സോഷ്യൽ റെസ്ട്രിക്ഷൻ, അൺഫേവറബിൾ സോഷ്യൽ ആൻഡ് ഫാമിലി നോംസ്, stigma around entry into the wage labor market, and various forms of discrimination against women in their workplace. These factors may have played a role in reducing female labor participation in Kerala. ഇത് പ്ലാനിംഗ് ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബില്ലിനകത്ത് ഇത്തരം ചില വ്യവസ്ഥകൾ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സമിതി രൂപീകരിക്കുകയാണ്. ഇത് വലിയ മറ്റ് മേഖലകളുമായി കൂടെ ബന്ധപ്പെടുത്തിയാണ് ഒരു സമിതി രൂപീകരിച്ച് സമിതി കാലാകാലങ്ങളിൽ ഈ മേഖല അഡ്രസ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായൊരു പഠനം പല രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം വനിതാ കമ്മീഷൻ നടത്തി, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ CDSൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്, ഇതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ കോഡീകരിച്ച് ഗവൺമെൻറ്റിലേക്ക് ഇത് എത്തിക്കാനും ഇതിനനുസൃതമായിട്ടുള്ള നിയമനിർമ്മാണത്തിൻ്റെ ഒരു ഗൗരവമായ മേഖലയിലേക്ക് കടക്കാനായിട്ട് കഴിയുക എന്നുള്ള ഒരു ചെറിയ ഒരു തുടക്കം മാത്രമാണ് സത്യത്തിൽ എൻ്റെ ഈ സ്വകാര്യ ബില്ലിൻ്റെ ഒരു ആവശ്യകത എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാർ ഞാനിത് പറഞ്ഞു വെച്ചൊരു കാര്യം, ഈ കുടുംബം എന്ന് പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്തമാണെന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവുകയാണ്. ഇതിപ്പോൾ കുടുംബ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗത്ത് പലപ്പോഴും ഇവിടെ പറഞ്ഞതുപോലെ ടീച്ചറിൻ്റെ വാക്കിയെ കടമെടുക്കുകയാണ്. ഈ പുരുഷാധിപത്യം ഇപ്പോഴും പല രീതിയിലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏജ് പോപ്പുലേഷൻ വർദ്ധിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകൾ തൊഴിലിൽ നിന്ന് മാറേണ്ടി വരുന്നതിൻ്റെ ഒരു കാരണം കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അവരുടെ ഭാഗത്തേക്ക് മാത്രമായി മാറുന്നു. കുട്ടികളെയും പലരെയും നമുക്കറിയാം, നല്ല ജോലി ഉണ്ടായിരുന്ന പല ആളുകളും കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ജോലി VRS എടുത്ത് അവർ പിന്നെ അത് വേണ്ട എന്ന് വെച്ച് മാത്രം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ റീസ്കില്ലിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു ജോലിയിൽ നിന്ന് പോയി കുറേ കാലം മാറി നിന്ന് തിരികെ പോകാൻ പറ്റുകയില്ല. അതിന് വല്ലാത്തൊരു തടസ്സം അവർ കുറേ കാലത്തേക്ക് അതിൻ്റെ ആ എക്സ്പീരിയൻസിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ റീസ്കില്ലിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി. കാരണം അവർക്ക് വീണ്ടും തൊഴിലിലേക്ക് മടങ്ങി വരാൻ സാഹചര്യം ഉണ്ടായാൽ അവരെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന രീതിയിലേക്ക് അത് മാറ്റം ഉണ്ടാകുക എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. നേരത്തെ നടത്തിയ പല പഠനങ്ങൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് സാർ. അതോടൊപ്പം തന്നെയാണ് ഇവിടെ പറഞ്ഞതുപോലെ പലപ്പോഴും ഇപ്പം പല സ്ത്രീകൾ ജോലി ചെയ്യുന്ന വലിയ സ്ഥാപനങ്ങളിൽ പോലും പറയാൻ പോകുന്നതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു റിപ്പോർട്ടിൽ കണ്ടു, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിൽ നല്ലപോലെ വർധനവ് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ ഇത്തരം മേഖലയിൽ ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലൊക്കെ ഇപ്പോൾ ഈ കുത്താമ്പള്ളി പോലുള്ള ടെക്സ്റ്റൈൽസ് ധാരാളമുള്ളൊരു പ്രദേശമാണ്. അത്തരം സ്ഥലങ്ങളും മണ്ഡലത്തിന് പുറത്തും പല സ്ഥലങ്ങളിലും ഈ ഓണക്കാലത്ത് പോലും കണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പണിയെടുക്കുന്ന സ്ഥലത്ത് പരമാവധി അവരെ ഉപയോഗപ്പെടുത്താമെന്നാണ്. ചില സ്ത്രീകളെല്ലാം മുകളിൽ ലോഡ് എടുത്തു കൊടുക്കാൻ മുകളിൽ തന്നെ കാലത്ത് മുതൽ വൈകിട്ട് വരെ നിൽക്കുകയാണ് താഴത്തേക്ക് എടുത്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളമോ സമയത്തിന് ഭക്ഷണമോ ഇതൊന്നും കിട്ടാത്തൊരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഇത്തരം സ്ക്വാഡുകൾ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ടതല്ലേ, അത് ഒന്നും കൂടെ ഊർജ്ജപ്പെടുത്താൻ പറ്റുന്ന സംവിധാനം കൂടെ ഇതിനകത്ത് വേണ്ടേ എന്നാണ് ഒരു സംശയം. ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പ്രൊഫസറോട് സംസാരിച്ചതിൽ കേരളത്തിൽ നമുക്കുണ്ടാക്കിയ ഒരു മുന്നേറ്റത്തെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് CA മറ്റ് ശാസ്ത്ര മേഖലകളിലൊക്കെ തന്നെ സ്ത്രീകളാണ് പൊതുവേ ലോകത്തുണ്ടായ മാറ്റത്തോടൊപ്പം കേരളത്തിലും വന്നിട്ടുള്ളത്. പക്ഷെ എന്നാൽ ഒരു വലിയ തൊഴിൽ ചൂഷണം നടക്കുന്നുണ്ട്. നമ്മുടെ വിവിധങ്ങളായ വീടുകളിൽ വീട്ടുജോലികളുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മിനിമം വേജസ് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്ത് 10, 20, 25 വീട്ടുടമ ഈ തൊഴിലാളിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ശേഖരിക്കുന്നത് ഒരു ഏജൻസിയാണ്. അവർ 3000, 5000, 6000 എടുത്ത് ബാക്കി പൈസയാണ്
ഈ സഹോദരിക്ക് അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളിക്ക് കൊടുക്കുന്നത്. ഒരു വലിയ ചൂഷണം നടക്കുകയാണ് അതിൽ. അപ്പോൾ അതിനെന്തെങ്കിലും റിക്രൂട്ടിംഗ് ഏജൻസി സർക്കാർ തന്നെ ഇടപെട്ട്, ലോക്കൽ ബോഡികളോ ഏതെങ്കിലും ഒന്ന് ഇടപെട്ട് ഒന്ന് നിയന്ത്രിച്ചാൽ ഈ പണം ഇങ്ങനെ അടിച്ചു മാറ്റി പോകുന്ന ഒഴിവാക്കുകയും ആ തൊഴിലാളിക്ക് അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായും മാഷ് ഉദ്ദേശിക്കുന്ന ഈ ബില്ലിൻ്റെ ഭാഗമായി വരേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നുകയാണ്. അതോടൊപ്പം സ്കാറ്റേഡായി നിൽക്കുന്ന നമ്മുടെ ഗ്രാമം കഴിഞ്ഞ് നഗരവൽക്കരണം നടക്കുന്ന മേഖലകളിൽ വലിയ മാളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്, സ്ത്രീ തൊഴിലാളികൾ പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ല, അഥവാ ഉള്ള സൗകര്യം കുറേ കടകൾ ഒരുമിച്ച് നടത്തുമ്പോൾ ഏറ്റവും വൃത്തിഹീനമായ രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരു ആധുനിക ചിന്ത ഉള്ള എന്ന് മാഷ് പറഞ്ഞെങ്കിൽ പോലും നേരത്തെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ കാണുമ്പോൾ അപരിഷ്കൃത സമൂഹമാണ് കേരളം എന്ന് തെളിയിക്കുന്നതാണ് അതിലെ കമൻസുകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി വരേണ്ടതില്ലേ എന്ന് പ്രൊഫസർ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ബില്ലാണ് ജയരാജ് സാർ ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേരള സ്ത്രീ സൗഹൃദ തൊഴിലിടവൽക്കരണം എന്ന ബില്ല്. നമ്മൾ കാണുന്ന മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും കാണാത്ത അല്ലെങ്കിൽ കൂലി കിട്ടാത്തത് കൊണ്ട് തൊഴിലായി പരിഗണിക്കപ്പെടാത്ത അടുക്കള ജോലികൾ വലിയ രൂപത്തിൽ ചെയ്യുന്ന ആളുകളാണ്. കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ അത്തരം ജോലികളിൽ കൂടുതലായി ഇടപെടുന്നവരാണ്. ഒരുപക്ഷെ വരുമാനമുള്ള മറ്റു ജോലികൾ ചെയ്യുന്നവരും ഇതേ ജോലി, ഒരുപക്ഷെ ഒരു IAS ഉദ്യോഗസ്ഥയോ അല്ലെങ്കിൽ മറ്റ് വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളിൽ ഇരിക്കുന്നവർ നമ്മുടെ വനിതാ അംഗങ്ങളോ അവർ ചെയ്യുന്ന ജോലിക്ക് പുറമെ ഇപ്രകാരം ഒരു ജോലി കൂടി ചെയ്യുന്നവരാണ്. അപ്പോൾ തൊഴിലിടം എന്ന നിലയിൽ കാണാത്ത ജോലി അല്ലെങ്കിൽ മറ്റാരും അങ്ങനെ ശമ്പളമില്ലാത്തത് കൊണ്ട് കാണാതായി പോകുന്ന ആ ജോലി, അവരുടെ ആ തൊഴിലിടം അത് കൂടുതൽ സൗഹൃദമാക്കുന്നതിന് പദ്ധതികൾ വെക്കണം. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരാലോചന നമ്മൾ നടത്തി. ആ നിലയിലേക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? അതിനേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ കൊണ്ടുവരാൻ, സ്മാർട്ട് കിച്ചണുകൾ നിർമ്മിക്കാൻ, അത്ര എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലേക്ക് നിർദ്ദേശങ്ങൾ ഈ ബില്ലിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് ഒരു ചോദ്യം. സാർ, സ്കൂളിൽ പഠിച്ച കുട്ടിയോട് ഏറ്റവും കൂടുതൽ കൈകളുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ നിഷ്കളങ്കമായ മറുപടി എൻ്റെ അമ്മയാണെന്നാണ്. കാരണം അവരെ അമ്മയ്ക്ക് 2 കൈ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ 10 ഇരട്ടി കാര്യങ്ങളാണ് അമ്മ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തമാശയുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഇക്കോണമിയുടെ, നമ്മുടെ ടോട്ടൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരിക്കൽ പോലും കണക്കാക്കാതെ പോകുന്ന ഒരു വലിയ മേഖലയാണ് വീടുകളിൽ നടക്കുന്ന ആ വലിയ പ്രവർത്തനം. പ്രത്യേകിച്ച് വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുകയൊക്കെ ചെയ്യുന്ന അമ്മമാർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന പ്രവർത്തനം ഒരിക്കലും അതിൻ്റെ ഒരു ഭാഗമാകുന്നില്ല. കാരണം നമ്മുടെ ഒരിക്കലും അക്കൗണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വില ഒരിക്കലും നമ്മളതിൻ്റെ വാല്യൂ ഒരിക്കലും തിരിച്ചറിയുന്നതെന്നൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, തൊഴിലെടുക്കുന്ന സ്ത്രീകൾ ഒരുപക്ഷെ നമ്മളൊക്കെ കാണുന്നതാണ്. രാവിലെ വേണാടിന് വരാൻ വേണ്ടി അവർ 4 മണിക്കും 3 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. രാത്രി 11 മണിക്ക് പോയിട്ട് ആകെ അവർക്ക് യഥാർത്ഥത്തിൽ ഉറങ്ങാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രം. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വലിയ നല്ല കാലം മുഴുവൻ അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സത്യത്തിൽ അതൊരു വലിയ യാഥാർത്ഥ്യമായി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അവർ പഠിച്ചു പോയൊരു പാഠമായിട്ട് അവർ മുമ്പോട്ട് പോകണം. എങ്കിലും ഒരു പരിഷ്കൃത സമൂഹം അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട EK വിജയൻ MLA അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, അത് ഈ സത്യത്തിൽ നേരത്തെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, സിംഗിൾ അംബ്രല്ലയിലേക്ക് പൂൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം ജോലിക്കുള്ള ആളുകളെ മുഴുവൻ അതിന് യഥാർത്ഥത്തിൽ ബഹുമാന്യായ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി വിട്ടിരിപ്പുണ്ട്. നേരത്തെ പ്ലാനിംഗ് ബോർഡ് കൊടുത്തിയൊരു നിർദ്ദേശത്തിൻ്റെ അവരുടെ ഒരു പ്രപ്പോസലിനകത്ത് അത് പഞ്ചായത്തുകൾ മുഖേന ഇങ്ങനൊരു സിംഗിൾ അംബ്രല്ല സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ഈ ഡൊമസ്റ്റിക് ലേബറേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ പൂൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം നേരത്തെ ഉണ്ടായതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ അപ്പോൾ അവിടെ കുറച്ചുകൂടി സെക്യൂരിറ്റി ഈ പറഞ്ഞ പോലെ ഇവരുടെ കയ്യിൽ നമ്മളറിയാത്തൊരു വലിയ മേഖലയാണ് ഈ സപ്ലൈ ചെയ്യുന്ന, ഇവരെ തൊഴിൽ സപ്ലൈ ചെയ്യുന്ന സപ്ലയർമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചൂഷണമാണ് ഈ മേഖലയിൽ പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. സത്യത്തിൽ ഇത് ഞാൻ അത്തരം ഒരു സമിതി രൂപീകരിച്ച്, ഒറ്റ വാക്കുകൊണ്ട് ഞാൻ അവസാനിക്കുക സാർ, അങ്ങനെ ഒരു സമിതി രൂപീകരിച്ച്, അതായത് സ്ത്രീ സൗഹൃദ തൊഴിലിടവൽക്കരണ സമിതി എന്ന ഒരു സമിതി, അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് സമിതി രൂപീകരിച്ച് താഴെ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് കാലാകാലങ്ങളിൽ
ഗവൺമെൻറ്റിന് നിയമനിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ ഇടപെടാനുമുള്ള ഒരു വേദി ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം സംസ്ഥാനത്ത് രൂപീകരിച്ചുകൊണ്ട് കേരളം എക്കാലത്തും സ്ത്രീകളോടും സ്ത്രീപക്ഷത്തോടും നിന്നിട്ടുള്ള ഒരു വലിയ സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ ആശങ്കകളും ആകുലതകളുമൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിന് കഴിയും എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ഈ തുടക്കം ഞാൻ അതിനുവേണ്ടിയുള്ള ഒരു തുടക്കമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ കാലിക പ്രസക്തമായ ഒരു വർത്തമാനകാല പ്രശ്നത്തെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തുടർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ബിൽ തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നു.